ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുന്നത് സഹോദരൻ ജോൺ പി തോമസും സഹോദരൻ ജോൺ സെബാസ്റ്റ്യനും. ഈ മരണാനന്തര ജീവിതം ഉണ്ടെന്ന് ഉറക്കെ പറയുന്നവർക്ക് നല്ല ബുദ്ധി ഇല്ലെന്ന് ചിന്തിക്കുന്ന വലിയൊരു തലമുറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ഇപ്പൊ സാർ പറഞ്ഞ ഈ അനുഭവങ്ങള്, അങ്ങനത്തെ അനുഭവത്തെക്കുറിച്ച് എന്തെങ്കിലും ചരിത്രപരമായിട്ട് ചരിത്രത്തിൽ നിന്ന് അങ്ങനെയുള്ള വല്ല തെളിവുകളോ സൂചനകളോ വല്ലതും ഉണ്ടോ? യെസ്. ഒന്നാമത് മരണം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് അല്പം കൂടെ കഴിഞ്ഞ് ശ്രദ്ധിക്കാം. മനുഷ്യന് ഒരു ത്രിഭാഗ പ്രകൃതി ഉള്ളവനാണ്, ട്രൈപാട്രേറ്റ് എന്ന് പറഞ്ഞാൽ 3 ഭാഗങ്ങളുണ്ട്. മനുഷ്യന് വെറും കാണുന്ന ശരീരം മാത്രമല്ല, അവന് ത്രിഭാഗ പ്രകൃതിയുണ്ട്. അതുകൊണ്ടാണ് ആ ശരീരം, നമ്മൾ ഓർത്തതുപോലെ ഹോസ്പിറ്റൽ ബെഡിൽ ആ പ്രസവിക്കുന്ന സ്ത്രീയുടെ ശരീരത്തിൻ്റെ മേൽ ഡോക്ടേഴ്സ് പ്രവർത്തിക്കുമ്പോൾ അവരുടെ ആത്മാവ് അവരെ വിട്ടുപോയിട്ട് ഈ സംഭവങ്ങൾ കാണുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ധനവാന്റെ ലാസറിന്റെ സംഭവം പറഞ്ഞത് എക്സാക്ട്ലി അതാണ്. എന്നാൽ ആ ഭാഗത്തിലേക്ക് നമ്മൾ വരട്ടെ. അതിനു മുമ്പ് ചരിത്രത്തിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നോട് അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഒരു ചരിത്ര സംഭവം പറയാം. നമ്മളത് അധികം കേട്ടിട്ടില്ല. ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ചല്ലെങ്കിൽ മുഴുവൻ പിടിച്ചടക്കിയ ഒരു വലിയ ചക്രവർത്തിയാണ് അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തി എല്ലാ ഈ വാർഫെയറിലും, അതായത് ക്യാമ്പയിനിലും ജയിച്ചതിന്റെ ഒരു കാരണം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അയാൾ വലിയൊരു വീരനായിരുന്നുകൊണ്ട് ജയിച്ചെന്നാണ് വായിച്ചറിഞ്ഞിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിന്റെ പട്ടാളത്തിൽ ഒരു പ്രത്യേക സംഘമുണ്ടായിരുന്നു. ഇന്ന് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് ശത്രുവിന്റെ നിരകളെ നിരീക്ഷിക്കുന്ന ഒരു പ്രവണത എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. എന്നാൽ താൻ അന്ന് ഉപയോഗിച്ചിരുന്നത് സോൾ ട്രാവലേഴ്സിനെയാണ്. സോൾ ട്രാവലേഴ്സ് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അവരുടെ ശരീരത്തെ അവിടെ ഇട്ടിട്ട് അവരുടെ ആത്മാവിന് ശരീരം വിട്ടുപോയി ശത്രുവിന്റെ നിരകളിൽ കടന്നു ചെന്ന് എല്ലാം കണ്ടിട്ട് തിരിച്ചു വന്ന് വീണ്ടും ശരീരത്തിൽ കയറിയിട്ട് ഈ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുമായിരുന്നു. നമ്മുടെ നാട്ടിൽ മന്ത്രവാദം ചെയ്യുന്നവർ ഈ വിധത്തിൽ ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിൽ അവർക്ക് പോകാൻ കഴിയുന്നു. അവരുടെ ശരീരം അവിടെ ഇട്ടിട്ട് അവരുടെ പ്രാണൻ പോയി മറ്റു മുറികളിൽ കടന്നു ചെല്ലുന്നു, മറ്റ് സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുന്നു, അത് തിരിച്ചു വരുന്നു. അതിന് പലവിധമായ പേരുകൾ എന്ന് പറയുന്നു. ഇന്നിത് എങ്ങനെ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവിനെ വിടുവിച്ച് ഈ വിധത്തിൽ പ്രക്രിയകൾ നടത്താമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ പഠനം ഇതിന് പറയുന്നത് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്, OB എന്ന് പറയും. ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്, ശരീരത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള അനുഭവം. വേറെ ചില പദങ്ങൾ പറയാറുണ്ട്, ആസ്ട്രോ ട്രാവൽ, സോൾ പ്രൊജക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഗോളങ്ങളിലും ഒക്കെ കടന്നു പോകാൻ കഴിയും, ശരീരം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകാൻ കഴിയും. ഒരുപാട് ചരിത്രം ഈ വിധത്തിൽ മനസ്സിലാക്കാനുണ്ട്. എന്നാൽ നമ്മുടെ ഈ സംഭാഷണം ആ ചരിത്രത്തിൽ മാത്രം ഒതുങ്ങിയാൽ ഇത് തീരില്ല. എന്നാൽ ഒരു കാര്യം ശരിയാണ്, വസ്തുനിഷ്ഠമായി ഇത് സത്യമാണോ എന്ന് അന്വേഷിക്കുന്ന ഏതൊരു മനുഷ്യനും ശാസ്ത്രീയമായും ചരിത്രപരമായും ഇത് സത്യമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുകയല്ല, അഭൗമമായ ഒന്ന് മനുഷ്യന്റെ ശരീരത്തിൽ ഉൾക്കൊള്ളുന്നുണ്ടെന്നും അതവന്റെ ശരീരത്തെ വിട്ട് മരണസമയത്ത് പുറത്തു പോകുന്നുണ്ടെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്നുള്ളതിനെ കുറിച്ച് സാറ് പറഞ്ഞപ്പം, ഈ ബൈബിളില് ഇങ്ങനെയുള്ള എന്തെങ്കിലും വല്ല സൂചനകൾ, അല്ലെങ്കിൽ അത് ശരിയാണോ, അത് നമുക്ക് സ്വീകാര്യമാണോ, അങ്ങനെയുള്ളതിനെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ? തീർച്ചയായിട്ടും ബൈബിളിലുണ്ട്. ഞാൻ ബൈബിളിൽ നിന്ന് അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഈ ശാസ്ത്രലോകം ഇത് ആധുനിക കാലത്ത് ഇത് കണ്ടുപിടിച്ചതൊരു ശാസ്ത്ര ഭാഗമാക്കി തീർത്തപ്പോൾ എത്രയോ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സംഭവം ബൈബിളിൽ രേഖപ്പെടുത്തി ഞാൻ വായിക്കാം. ഈ ബൈബിൾ എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത് ഒരു ഔട്ട് ഓഫ് ഡേറ്റ് ആയ ഒരു പുസ്തകമായിട്ടാണ്. അല്ല, ഇത് ശാസ്ത്രയുഗത്തിലും കയ്യിലെടുക്കാനും വായിക്കാനും പഠിക്കാനും കൊള്ളാവുന്ന പുസ്തകം അല്ലേ? ശാസ്ത്രയുഗം വളർന്നതോടുകൂടെ പഠിക്കുവാനായിട്ടും സത്യമാണെന്നും തെളിയിക്കപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ബൈബിളാണ്. സാർ, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള സൂചന തരുന്ന ഭാഗം 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് തന്റെ ജീവിതത്തിന്റെ അനുഭവത്തെക്കുറിച്ചായി പറയുന്നത്. താൻ തന്റെ പേര് പറയാതെ പറയുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ക്രിസ്തുവിലൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും എന്ന് പൗലോസ് പറയുന്നു. ഈ ഭാഗം പൗലോസ് പറയുമ്പോൾ പൗലോസ് ഒരു കാര്യം പറയുന്നു, ശരീരത്തിലാണോ ശരീരത്തിൽ അല്ലാതെയാണോ എന്ന് തനിക്കറിയില്ല. എന്നാൽ ഇതിന്റെ പശ്ചാത്തലം 14 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണെന്നാണ്. ആ സംഭവം ഞാൻ അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുകയാണ്.
14 അധ്യായത്തിന്റെ 19 തൊട്ടുള്ള വാക്യം. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ച് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കുകയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. ഈ ഭാഗം ശ്രദ്ധിച്ചോ? പൗലോസ് ലുസ്രയിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു, മരിച്ചു എന്ന് കരുതി. ക്രിസ്തു ശിഷ്യനായ പൗലോസ് അല്ലേ? ക്രിസ്തു ശിഷ്യനായ പൗലോസ്. അവൻ മരിച്ചെന്ന് വിചാരിച്ചു. അവന്റെ ശിഷ്യന്മാർ മനസ്സിലാക്കി ഇവൻ മരിച്ചുപോയി. എന്നിട്ട് എഴുതിയിരിക്കുന്നു പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞെന്ന. ആ ശരീരം വലിച്ചുകൊണ്ട് അവരെ മരിച്ചെന്ന് വിചാരിച്ച് അവനെ കൊണ്ടുപോവാണ്. എന്നാൽ ആ ശരീരത്തിന്റെ ചുറ്റും ശിഷ്യന്മാർ കൂടി നിൽക്കുമ്പോൾ ഈ പൗലോസ് വീണ്ടും ജീവിച്ചു. 14 വർഷം പൗലോസ് മൗനമായിരുന്നു. പൗലോസ് വാ തുറന്ന് ഈ സംഭവം പറയുന്നു, ഞാനൊരു മനുഷ്യനെ അറിയുന്നു. അവൻ ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ എന്ന് എനിക്കറിയില്ല. 3-ം സ്വർഗത്തോളം അവൻ എടുത്തുകൊള്ളപ്പെട്ടു. അത് പൗലോസ് തന്നെ വ്യക്തിപരമായ അനുഭവം അനേക വർഷത്തിന് ശേഷം പറയുന്നതാണ്. താന് പറയുന്നത് ശരീരത്തിൽ വസിക്കുമ്പോൾ തന്നെയുള്ള അനുഭവമാണ്. എന്നാൽ ഇത് ശരീരത്തിൽ നിന്ന് വിഭിന്നമായ ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ എന്ന് പറയുവാൻ കഴിയുന്നില്ലേ. അവൻ പർദീസോളം എടുത്തുകൊള്ളപ്പെട്ട് അവിടെ ഉച്ചരിച്ചുകൂടാൻ പാടില്ലാത്ത വാക്കുകളെ കേട്ടു, പലതും അവൻ കണ്ടു. അവനത് പറയാൻ കഴിയുന്നില്ലേ. ഇതാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയാൽ നമ്മളെ എല്ലാ ഫാക്കൽറ്റീസിലും നമ്മളിലുള്ള എല്ലാ സവിശേഷതകളിലും നമുക്ക് അറിയുവാനും ചിന്തിപ്പാനും രുചിപ്പാനും എല്ലാം കഴിയും. നമ്മുടെ കർത്താവ് ധനവാന്റെ ലാസറിന്റെ കാര്യം പറയുമ്പോൾ ധനവാനെ അടക്കി അവൻ പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു, അവന് ദാഹിക്കുന്നു, അവന് ഒരിറ്റു വെള്ളത്തിന് കൊതിക്കുന്നു, അവന്റെ സഹോദരന്മാരെ കുറിച്ച് ചിന്തിക്കുന്നു. അതേസമയം തന്നെ ലാസറും മരിച്ചു, അവനും ഇവിടെ അടക്കം കിട്ടിയെന്ന് പറയുന്നില്ല. പക്ഷെ അവനെ അബ്രഹാമിന്റെ മടിയിലോട്ട് ദൂതന്മാർ അവനെ കൊണ്ടുപോയി. അവനോട് ചെന്ന് ആശ്വസിക്കുന്നു. യേശുക്രിസ്തു ആ ധനവാന്റെയും ലാസറിന്റെയും സംഭവം പറഞ്ഞതിലൂടെ മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സംഭവമാണ്. അതൊരു ഉപമയല്ലേ? അതൊരു ഉപമയല്ല, സംഭവമാണ്. അങ്ങനെ ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഒരു സംഭവം കർത്താവ് അവിടെ ചൂണ്ടിക്കാണിക്കുക. കർത്താവ് ഒരു ഉപമ പറയല്ല. മരിച്ച ശേഷം എന്തെന്നുള്ളത് തിരശ്ശീല മാറ്റി കർത്താവ് കാണിക്കുക. ഇവിടെ വളരെ വ്യക്തമായി നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു. ജസ്റ്റിസ് കൃഷ്ണയർ പറഞ്ഞ പോലെ മരണം ഒരു കപടം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം ജീവിതമുണ്ട്. ബൈബിൾ അത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തി. മരണത്തിന് ശേഷം മനുഷ്യന്റെ അനുഭവങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴുള്ള അനുഭവം തന്നെയാണ്. എന്നാൽ പൗലോസ് പറഞ്ഞ പോലെ ഇത് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആണോ അല്ലയോ എന്നുള്ളത് പറയാൻ വയ്യാത്ത വിധത്തിലുള്ള ഒരനുഭവമാണത്.